ഹായ്, ലൈഫ് ടൈം ജെംസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉലുവാക്കഞ്ഞിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ഉലുവ കുറച്ച് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒരു 8 മണിക്കൂർ നമ്മൾ കുതിർത്തി വെക്കണം. നന്നായിട്ടൊന്ന് അരിക്കും വേണം കേട്ടോ, കല്ലൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. നല്ല വെള്ളം തന്നെ ഒഴിച്ച് വെക്കുക, കാരണം അതാണ് നമ്മൾ വേവിക്കുമ്പോഴും ഉപയോഗിക്കുക. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഞാൻ ആക്കി വെക്കുക ചെയ്യുക. അപ്പം ഞാൻ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഉലുവ ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതിൽ പച്ചരിയാണ് ഞാൻ ചേർക്കുന്നത്. ഏതരി വേണമെങ്കിലും ചേർക്കാം നിങ്ങൾക്ക്. നവരരി നല്ലതാണ് ചേർക്കുന്നത് ഒന്നുകൂടി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ച് എടുക്കാം. അപ്പോൾ ഒരു 2-3 വിസിൽ കുക്കറിൽ വേവിച്ചെടുക്കണം കേട്ടോ, അത് എന്നാലേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഉലുവാക്കഞ്ഞി ഏകദേശം നമ്മൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പം ഉപ്പിട്ട് കഴിക്കുകയാണെങ്കിൽ ഉപ്പിട്ട് കഴിക്കാം കേട്ടോ. ശർക്കരയാണെങ്കിൽ ശർക്കര എന്താണോ ഇടുന്നത്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചേർത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞങ്ങൾ ശർക്കര ചേർത്തിട്ട് ഉണ്ടാക്കിയത്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒറ്റ വിസിലും കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അത് ഇതൊക്കെ രാത്രി ചെയ്ത് വെക്കും ഞാൻ. അപ്പോൾ രാവിലെ എണീറ്റതിൻ്റെ ശേഷമാണ് പിന്നെ അതിലേക്ക് തേങ്ങ ചേർക്കുള്ളൂ. അപ്പോൾ അതാ കണ്ടോ, നന്നായിട്ട് ഉലുവയൊക്കെ വെന്ത് ശർക്കരയൊക്കെ അതിൽ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞരടി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പാലൊഴിക്കണമെങ്കിൽ പാലും ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഉലുവ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് മുഖസൗന്ദര്യത്തിനും മുടിക്കും നടുവേദന ഷുഗർ അങ്ങനെ പലതിനും നല്ലൊരു ഔഷധമാണ്. അപ്പോൾ നമ്മൾ ഈ പ്രസവിച്ച ആൾക്കാർക്കൊക്കെ ഉലുവക്കഞ്ഞി കൊടുക്കുമല്ലോ, അതൊക്കെ നല്ലതാണ്. ഇടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. ഷുഗറൊക്കെ പെട്ടെന്ന് കുറഞ്ഞ് കിട്ടും. ഉലുവട്ട വെള്ളം രാത്രി വെള്ളത്തിലിട്ട് വെക്കുക, രാവിലെ ആ വെള്ളം കുടിക്കുക. അപ്പോൾ ഷുഗർ കുറയും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് തേങ്ങ ഇതിലേക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉലുവക്കഞ്ഞിയൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഈ ഉലുവക്കഞ്ഞി കുടിക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും കഴിക്കാം കേട്ടോ. അത് കണ്ടോ, ഉലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇടുന്ന ഇതൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക കേട്ടോ.